ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നമ്മുടെ ഓക്സിജനൽ ഐ ഡി രജിസ്റ്റർ ചെയ്തിട്ട് എങ്ങനെ ഐ ഡി ആക്ടിവേഷൻ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അതിലൂടെ നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ വൺ ടൈം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഐ ഡി ആക്ടിവേഷൻ ആവും. അതപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഐ ഡി രജിസ്റ്റർ ചെയ്ത് ഐ ഡി ലോഗിൻ ചെയ്യണം. ഓക്കെ, ഐ ഡി രജിസ്റ്റർ എങ്ങനെയാണ് ഇതിൻ്റെ ഐ ഡി രജിസ്റ്റർ ചെയ്യുന്ന അറിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഐ ഡി എങ്ങനെ രജിസ്റ്റർ എന്നുള്ള വീഡിയോ ഓൾറെഡി ഞാൻ എൻ്റെ ഈ ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സൈറ്റിൽ എടുക്കുക. സൈറ്റ് എടുത്തിട്ട് നമ്മൾ ഏത് ഐഡിയാണ് ആക്ടിവേഷൻ ചെയ്യേണ്ടത് അത് ലോഗിൻ ചെയ്യണം. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ആക്ടിവേഷൻ്റെ പ്രോസസ്സ് മാത്രമേ ഞാൻ പറയുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിപ്പോൾ ആക്ടിവേഷൻ അല്ല, ഐ ഡി രജിസ്റ്റർ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ക്യു ആറിൻ്റെ താഴെ ഒരു കാർട്ട് പോലൊരു ചിഹ്നം കണ്ടോ, അതാണ്ട് ഈ ഒരു മൂലയ്ക്കായിട്ട് അതിൽ ടച്ച് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ അവിടെ ടച്ച് ചെയ്യുക, സ്ക്രീൻ ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടപ്പ് പ്രീമിയം ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് എടുക്കുക. പ്രീമിയം ആണെങ്കിൽ പ്രീമിയം, സ്റ്റാർട്ടപ്പ് ചെയ്തവർക്ക് പ്രീമിയം ചെയ്യുന്നത് ഇത് ഇരിക്കാനാണ് കേട്ടോ. പിന്നെ അത് നമുക്ക് ഏതാണ് പ്രൊഡക്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് താഴെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ആഡ് ടു കാർട്ട് കൊടുക്കുക. അപ്പോൾ ഐ ഡി നമ്പർ ഇത് തന്നെയാണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ആണോ എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഉറപ്പ് വരുത്തിയിട്ട് യെസ് കൊടുക്കുക. എന്നിട്ട് ഓക്കെ അടിക്കുക. എന്നിട്ട് താഴെ ഷോപ്പിംഗ് ബാഗ് എന്ന് പറഞ്ഞ് വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഷോപ്പിംഗ് ബാഗ് വരും, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ആ പ്ലേസ് ഓർഡറിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഏത് പ്രൊഡക്റ്റാണ് എടുക്കുന്നത് അതിന് ODP പ്രൈസ് പ്ലസ് അതിൻ്റെ കൂടെ 100 രൂപ ഡെലിവറി ചാർജ്. സ്റ്റാർട്ടപ്പിൽ പ്രീമിയത്തിലാകുമ്പോൾ 250 രൂപ ഡെലിവറി ചാർജ്, അത് വേറെ, അത് വെയിറ്റ് കൂടുതലായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഓപ്ഷൻ വരും. അതിനകത്ത് ബൈ കൊറിയർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് അഡ്രസ്സ് ചോദിക്കും. ഇപ്പോൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്കല്ല നമുക്ക് പ്രൊഡക്റ്റ് പോകേണ്ടത്, പുതിയൊരു വേറെ അഡ്രസ്സിലേക്കാണെങ്കിൽ നമുക്കിവിടെ ആഡ് ന്യൂ ഷിപ്പിംഗ് അഡ്രസ്സ് ഉണ്ട്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് അങ്ങനെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാം, അല്ലാത്തവർക്ക് ഈ അഡ്രസ്സിനാണ് ഇത് കൊടുക്കുക. ഓക്കെ, നിലവിൽ എനിക്ക് കൊടുക്കേണ്ട പ്രൊഡക്റ്റ് കൊണ്ട് വേറെ അഡ്രസ്സിലേക്കാണ്. അപ്പം ആ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്തിട്ട് പ്രൊഡക്റ്റ് കൊണ്ട് അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ ലോങ് പ്രസ് ചെയ്തിട്ട് അതിന് കട്ട് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്താൽ മതി, ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, സിമ്പിളാണ്, എല്ലാം സിമ്പിൾ പ്രോസസ്സാണ്, അത്രേ ഉള്ളൂ. ഫോൺ നമ്പർ അതേപോലെ തന്നെ കട്ട് ചെയ്യുക, നേരെ വരിക, പേസ്റ്റ് ചെയ്യുക. പിന്നെ അതിന് അഡ്രസ്സും അതേ രീതിക്ക് കട്ട് ചെയ്യുക, നേരെ ഒന്ന് അഡ്രസ്സും പേസ്റ്റ് ചെയ്യുക. പിന്നെ സ്റ്റേറ്റ് ചോദിക്കും, ഏത് സ്റ്റേറ്റാണ്. കേരള ആണെങ്കിൽ കേരള, അതർ സ്റ്റേറ്റ് ആണെങ്കിൽ അതർ സ്റ്റേറ്റ് കൊടുക്കുക. ഇത് നമ്മുടെ കേരളയുള്ള എൻട്രി ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കേരള ഓൾറെഡി കൊടുക്കുക. അത് ഡിസ്ട്രിക്റ്റ് ചോദിക്കും, ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക കറക്റ്റ്. അടുത്ത ഇനി പ്ലേസ്, നമ്മുടെ സിപ്പ് കോഡ്, പിൻ കോഡും ചോദിക്കുന്നുണ്ട്. ഓക്കെ, പ്ലേസ് നമുക്ക് അവിടെ അഡ്രസ്സിൽ തന്നെ ഉള്ള സെയിം സാധനം എന്ത് ചെയ്താൽ മതി, ഇവിടെ കൊടുത്താൽ മതി. പിന്നെ സിപ്പ് കോഡ്, അതായത് പോസ്റ്റ് കോഡ്, പിൻ കോഡ് അത് നമ്മൾ ഇതേപോലെ വന്നിട്ട് കട്ട് ചെയ്യുക, നേരെ വന്നിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യും. നമുക്ക് അതേപോലെ ഐ ഡി അടിക്കാൻ വരുന്ന അഡ്രസ്സ് ഉണ്ടല്ലോ, ആ സെയിം അഡ്രസ്സ് തന്നെ ആണെങ്കിൽ വിഷയം നമുക്ക് അത് തന്നെ പെട്ടെന്ന് അടിച്ചു പോകാം കേട്ടോ. ഇത് പുതിയ അഡ്രസ്സ് കൊടുക്കുന്നതാണ് കേട്ടോ. കൊടുക്കേണ്ടവർക്ക് ഇങ്ങനെ കൊടുക്കുക, അല്ലാത്തവർക്ക് ഉള്ള അഡ്രസ്സ് തന്നെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ അഡ്രസ്സ് നമ്മൾ എന്നിട്ട് അതിലേക്ക് തന്നെ ആണോ കൺഫേം വരുത്തിയിട്ട് താഴെ കൊറിയർ ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ അതിനകത്ത് DTDC ഉണ്ട്, ഇന്ത്യൻ പോസ്റ്റ് ഉണ്ട്. DTDC ആണെങ്കിൽ ഫാസ്റ്റായിട്ട് ഡെലിവറി ആയിട്ട് ഒരു 3 to 4 ഡേയ്സിനുള്ള സാധനം കിട്ടും. പക്ഷേ നമുക്ക് നമ്മുടെ വീടിനടുത്ത് സർവീസ് ഇല്ലെങ്കിൽ നമ്മൾ ആ കൊറിയർ ഓഫീസിൽ ചെന്നെടുക്കണം പ്രൊഡക്റ്റ്, അതാണ് ഇഷ്യൂ. മറ്റേതെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ കിട്ടും, 1 വീക്ക് കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് വീട്ടിലെത്തുള്ളൂ, 1 വീക്ക് കഴിയും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഇന്ത്യൻ പോസ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ ഐ ഡി തന്നെ ആണെന്ന് കൺഫേം ആണെന്ന് ചോദിക്കുക, ആണെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, പേയ്മെൻറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഐ ഡി ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ. അപ്പം നമ്മൾ അത് ഉറപ്പ് വരുത്തിയിട്ട് ഓക്കെ അതാണെങ്കിൽ ഓക്കെ അടിക്കുക. എന്നിട്ട് താഴെ വന്നിട്ട് പേയ്മെൻറ്റ് മെത്തേഡ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് സ്പോട്ട് ആക്ടിവേഷനാണ് ചെയ്യുന്നത്, അതായത് യൂസ് ഓൺലൈൻ ബാങ്കിങ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് പേയ്മെൻറ്റ് ടൈപ്പ് ചോദിക്കുക, അപ്പോൾ UPI ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് കൺഫേം കൊടുക്കുക. അപ്പോൾ ഈ ഐ ഡി ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ വരുന്ന എമൗണ്ട് 1340 രൂപയാണ്. ഓക്കെ, ഡെലിവറി ചാർജ് ഉൾപ്പെടെ. അപ്പോൾ നമ്മളത് ഓക്കെ എടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അപ്പോൾ അതിനകത്ത് പേ നൗ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്, ബാക്ക് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, പേ നൗ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഗൂഗിൾ പേയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോയി പേ ചെയ്യാം. അതല്ല നമുക്ക് UPI ID വഴി കൊടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റും. മേളിൽ ഓപ്ഷൻ കണ്ടോ, അതുപോലെ തന്നെ ഇവിടെ സ്കാനർ കൊടുത്തിട്ടും പേ ചെയ്യാം. അപ്പോൾ നിലവിൽ ഞാൻ എന്ത് ചെയ്യാം, അല്ലാതെ താഴെ പേ എന്നുള്ളതിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ഒന്നുകിൽ അവർ സ്വന്തമായിട്ട് അവർക്ക് ചെയ്യാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് നമുക്ക് അങ്ങനെ അവർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പുതിയൊരു ഫ്രഷേഴ്സിനായിട്ടുള്ള ആൾക്കാർക്ക്. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് പ്രൊസീഡ് കാണിക്കുന്നത്, അതൊന്ന് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഗൂഗിൾ പേ ചോദിക്കുന്നുണ്ട്,
ഗൂഗിൾ പേ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ടച്ച് ചെയ്യുക. അത് ടച്ച് ചെയ്തിട്ട് നേരെ ഗൂഗിൾ പേയിലേക്ക് വരും. ഗൂഗിൾ പേയിൽ വരുമ്പോൾ ആ എമൗണ്ട് പേ എന്ന് പറഞ്ഞായിരിക്കും വരും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, പേ ചെയ്താൽ മതി. ഓക്സിജനോ 1340 പേ എന്ന് പറഞ്ഞാണ് വന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു എമൗണ്ട് പേ ചെയ്തിട്ട് ടിക്ക് അടിക്കുക. അപ്പോൾ അത് പേ ആവും. അപ്പം തന്നെ ഐ ഡി ആക്ടിവേഷൻ ആയിട്ടുണ്ടാവും. യെസ്, പേ ആയിട്ടുണ്ട്. അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് ഉണ്ടാ, പേയ്മെൻറ്റ് സക്സസ്, ഐ ഡി ആക്ടിവേഷൻ ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതാണ് ഐ ഡി ആക്ടിവേഷൻ പ്രോസസ്സ്. നമുക്കിനിയും ഐ ഡി ആക്റ്റീവ് ആയത് നമുക്ക് സൈറ്റിലൂടെ കയറി കാണാൻ പറ്റും. ജസ്റ്റ് നമ്മൾ ബാക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ജീനോളജി പോയി കഴിഞ്ഞാൽ ആദ്യം കളർ വൈറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ കളറും ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.